الحمد لله الحمد لله الذي فاطر السماوات والأرض الذي خلقنا وسوانا ورزقنا. الحمد لله الذي بنعمته تتم الصالحات وبمنه وبفضله تتنزل الخيرات والبركات. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. صدق الله العلي العظيم. فيا عباد الله، أوصيكم إياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ, വിധി വിലക്കുകൾ സൂക്ഷിച്ചു അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ധാരാളമായി ആഗ്രഹിച്ചു ആ സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതം കഴിച്ചു കൂട്ടണമേ എന്ന് ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സർവശക്തൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒന്നിച്ചുകൂടിയതുപോലെ നാളെ അവന്റെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ കുടുംബസമേതം ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൂർണാർത്ഥത്തിൽ മുസ്ലിമാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അല്ലാഹു വളരെ മൂർച്ചയായി ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രം മുഅ്മിനാവുക, ബാക്കി കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആവാൻ പാടില്ല. ദുഖുലു ഫിസ്സിൽമി കാഫ. വിശുദ്ധ ഖുർആന്റെ പവർഫുള്ളായ പ്രഖ്യാപനമാണ് ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്നാണ്. ഇത് സവിശേഷമായിട്ട് ഇപ്പൊ പറഞ്ഞത് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണല്ലോ. അപ്പൊ റമദാൻ കഴിയുമ്പോ നമ്മൾ എല്ലാ മേഖലയിലും
സമഗ്രം ഇസ്ലാമിനെ പറയാറുണ്ട്. സമഗ്രം എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രം എന്ന് പറഞ്ഞാൽ അഗ്രങ്ങൾ സമമായത് എന്നാണ്. ഇപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചാൽ ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചാൽ ഇവിടെ ഇങ്ങനെ വിടവ് കാണാൻ പറ്റും അല്ലെ? അഗ്രങ്ങൾ സമമല്ല. എന്നാൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ വിടവ് അങ്ങനെ കാണാൻ പറ്റൂല. ഇസ്ലാമും മനുഷ്യന്റെ ജീവിതവും ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏതേത് അടരുകളുണ്ടോ, ഏതേതു മേഖലകളുണ്ടോ അവിടേക്കും ഇസ്ലാമുണ്ട്. ഇസ്ലാമുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൽപ്പനകളുണ്ട്. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ ആൾക്ക് മുസ്ലിം ആവാൻ സാധിക്കണം. അങ്ങനെ റമദാനെ നമുക്ക് വരവേൽക്കാനും, റമദാൻ കഴിയുമ്പോ എന്റെ ദൗർബല്യങ്ങളൊക്കെ, എനിക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ട്, ചിലപ്പോൾ അത് ലൈംഗികതയായിരിക്കും എന്റെ വീക്ക്നെസ്, അവിടെ എനിക്ക് പാടിപ്പോകും. ചിലപ്പോൾ ധൈര്യക്കുറവായിരിക്കും അല്ലെ, പോലീസിനെ കണ്ടാ പിടിച്ചു, അതായിരിക്കും എന്റെ വീക്ക്നെസ്. അപ്പൊ എന്റെ പ്രശ്നം എന്താണോ അത് മനസ്സിലാക്കാനും, അങ്ങനെ ആ ഗ്യാപ്പ് ഫുൾ ചെയ്തിട്ട് ശരിക്കും മുസ്ലിം ആവാനായിരിക്കണം നാം ഒരുങ്ങേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഇപ്പൊ ലോകം ചർച്ച ചെയ്യുന്നത് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നൊരു റെക്കോർഡ്, ഒരു രേഖ പുറത്തു വന്നിരിക്കുകയാണ്. അതെന്താ സംഭവം എന്നറിയുന്നത്? ഒരാള് തന്റെ ലൈഫിൽ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, ഇത് പുറത്തു വരികയാണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഒരു ഫയലായി പുറത്തുവിട്ടിരിക്കുകയാണ്. 3 ലക്ഷത്തോളം പേജുകൾ അതിലുണ്ട്. അത് മൊത്തം നോക്കി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ റീലുകളിലായിട്ട് ഓരോ വീഡിയോ ക്ലിപ്സ് കാണാൻ പറ്റും. ഫോട്ടോകൾ, ചെറിയ പിഞ്ചുബാലികമാർ, അവരെ കൈകാലുകളൊക്കെ കെട്ടിയിട്ടിട്ട് അവരെ റേപ്പ് ചെയ്യാൻ തുനിയുന്ന ആ രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും എവിടുന്ന കേസാകുന്ന വെച്ചാൽ 2004 ഒരു പെൺകുട്ടിയുടെ മാതാവ് കേസ് കൊടുക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ. ഇയാള് ആദ്യം ഒരു സ്കൂൾ മാഷായിരുന്നു. വേണ്ട ഡിഗ്രി ഒന്നുമില്ലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കാണ്. ഇദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇയാൾക്കെതിരെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരു മൈനറായ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ്. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇദ്ദേഹത്തിന്റെ പിന്നിൽ, ഇദ്ദേഹം എന്ന് പറയാൻ തന്നെ കഴിയില്ല, ഇയാളുടെ പിന്നിൽ വലിയൊരു ശൃംഖലയുണ്ട്. ആദ്യം വൈഫല്ല ഗേൾഫ്രണ്ട് ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ നോക്കുമ്പോ വലിയ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ, അവരെ ബോഡി മസാജിങ് എന്ന പേരിൽ ആ ഐലൻഡിലേക്ക് എത്തിക്കാൻ, അവിടെ എത്തിച്ചിട്ട് അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ. ആരൊക്കെ ഉപയോഗിക്കുന്നത്? ആ ലിസ്റ്റ് ഇപ്പൊ പുറത്തു നിൽക്കുകയാണ്. അതിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, മുൻ പ്രസിഡന്റ് ക്ലിന്റൺ ഉണ്ട്, ബിൽ ഗേറ്റ്സ് ഉണ്ട്, നമ്മൾ വീൽ ചെയറിൽ മാത്രം കണ്ട സ്റ്റീഫൻ ഹോക്കിങ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള നമ്മളൊക്കെയും പുരോഗമനത്തിന്റെ അപ്പോസ്തലന്മാർ, ശാസ്ത്രത്തിന്റെ നായകന്മാർ, വിപ്ലവ സിംഹങ്ങൾ, ഇങ്ങനെയൊക്കെ ലോകം കൊട്ടിഘോഷിച്ചാളുകൾ പിഞ്ചു ബാലികമാരെ റേപ്പ് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞവരാണോ എന്ന സത്യം ലോകത്തിന് മനസ്സിലാവാണ്. ഇത് ശരിക്കും വന്നാൽ ഒരു വിശ്വാസിക്ക്, ഒരു പഠിതാവിന് അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. കാരണം യൂറോപ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അടിസ്ഥാനം പൊണോഗ്രഫിയാണ്, സമ്പത്താണ്, ലൈംഗികതയാണ്,
ഇതെല്ലാത്തിനും അടിസ്ഥാനം യൂറോപ്പിനില്ല. അപ്പൊ ആ യൂറോപ്യൻ നാഗരികത, യൂറോപ്യൻ സിവിലൈസേഷൻ എന്നത് ഇത് തന്നെയാണോ എന്ന് മനസ്സിലാക്കിയവർക്ക് ഇങ്ങനെയുള്ള സംഭവം കേൾക്കുമ്പോൾ ഞെട്ടാനുണ്ടാവില്ല. മഹാനായ സയ്യിദ് ഖുതുബ് റഹിമഹുല്ല അദ്ദേഹം എഴുതുന്നുണ്ട്, മനുഷ്യരാശിയെ നയിക്കുന്ന പാശ്ചാത്യ മനുഷ്യന്റെ നേതൃത്വം അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. യൂറോപ്പ് അവസാനിക്കാനായിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അത് പാശ്ചാത്യ സംസ്കാരം സാമ്പത്തികമായോ സൈനികമായോ ദുർബലമായതുകൊണ്ടല്ല, മറിച്ച് നേതൃത്വത്തിന് ആവശ്യമായ ധാർമ്മിക മൂല്യങ്ങൾ പടിഞ്ഞാറിന് നഷ്ടമായിരിക്കുന്നു എന്നതാണ്. ഇത് സയ്യിദ് ഖുതുബ് റഹിമഹുല്ല അന്നേ പറഞ്ഞ കാര്യമാണ്. ഒരാൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടമായി തുടങ്ങിയാൽ പിന്നെ ആ നാട് ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല എന്നാണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഫയലും അതിനോട് ശേഷമുള്ള ചർച്ചകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒറ്റ കാര്യം, ആധുനിക ലോകം മൂല്യങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം ദുർബലമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, തൂഫാൻ അക്സ, യഹിയാ സിൻവാറിന്റെ നേതൃത്വത്തിൽ തൂഫാൻ അക്സ നടക്കാണ്. അതിന്റെ പ്രാധാന്യം ഇപ്പോഴേക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം തൂഫാൻ അക്സ നടന്നത് ഇസ്രായേലിനെതിരെ മാത്രമല്ല, ആ ബാരിക്കേഡ് ഹമാസിന്റെ പോരാളികൾ തകർക്കുന്നത് വലിയൊരു സിമ്പല് കൂടിയാണ്. നിങ്ങൾ നോക്കൂ, ലോകം മൊത്തം ഒറ്റക്കെട്ടാണ്. പടിഞ്ഞാറ്, അമേരിക്ക, വലിയ സമ്പദ് ശേഷിയുള്ള രാജ്യങ്ങളൊക്കെയും ഈ കുഞ്ഞ് ഫലസ്തീനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവർക്കെതിരെയാണ്, ഈ ആധുനിക ലോകക്രമത്തിനെതിരെയാണ് തൂഫാൻ അക്സ നടന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഈ ലോകക്രമം ദുഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഗസയുടെ കുട്ടികളുടെ പോരാട്ടങ്ങളും അവരുടെ സമർപ്പണവും അവരുടെ ആത്മവിശ്വാസമൊക്കെ നമുക്ക് ഇപ്പൊ ആലോചിച്ചായിരുന്നു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഗസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോ, ആ കുഞ്ഞുങ്ങളുടെ മസ്തകങ്ങൾ പിളർന്നു പോകുമ്പോ, അവരുടെ രക്തവും മാംസവും എല്ലും വെവ്വേറെയായി തീരുമ്പോ ആരൊക്കെയാ ഇവിടെ സങ്കടപ്പെട്ടത്? ഇവിടെ ആരൊക്കെയാ നിലവിളിച്ചത്? ഏതെങ്കിലും ഈ രാഷ്ട്രങ്ങൾ നിലവിളിച്ചോ? അവർക്ക് സാധിക്കില്ല. കാരണം ഇവരുടെ അടിസ്ഥാനം എന്താണ്? ഇവരുടെ അടിസ്ഥാനം കുഞ്ഞുങ്ങളെ കൊല്ലൽ തന്നെയാണ്. അത് നമുക്ക് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഈ എപ്സ്റ്റീൻ ഫയൽസ് വരുമ്പോ നമുക്ക് മനസ്സിലാവും. സാത്താൻ സേവ അല്ലെ, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ശൈത്താന് വേണ്ടി, പിശാചിന് വേണ്ടി കുട്ടികളെ ബലിയർക്കുക, കുട്ടികളെ അവർക്ക് വേണ്ടി സമർപ്പിക്കുക, നിഷ്കരണം, കുട്ടികളെ കൊല്ലുക, ഇതൊക്കെ ഇവരുടെ ഐഡിയോളജിയുടെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഈ ആശയത്തിൽ ആളുകൾക്ക് ജെഫ്രി എപ്സ്റ്റീനെ പോയി സന്ദർശിക്കുന്ന ട്രംപിന്, പിന്നെ ബിൽ ഗേറ്റ്സിന്, നരേന്ദ്രമോദിക്ക് പിന്നെ എങ്ങനെയാണ് ഗസയിൽ കുട്ടികൾ മരിക്കും വിലപിക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ അടിസ്ഥാനം തന്നെ ഈ ലൈംഗികതയും ഈ ക്രുവാലിറ്റിയുമാണ് എന്ന് നമുക്ക് ഇപ്പോ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. ഇപ്പൊ വിശ്വാസികൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവണം. നമ്മളങ്ങനെ ഭയങ്കര സേഫായ ഒരു പൊസിഷനിലല്ല. നമുക്ക് സംസാരിക്കാനുള്ളതും നമുക്ക് പോരാടാനുള്ളത് അത് ഈ നാഗരികതയോടാണ്, യൂറോപ്പിന്റെ സംസ്കാരത്തോടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അവിടെ മാത്രമുള്ള കാര്യമാണോ? ഈ ചിന്താധാര കേരളത്തിലേക്കും വന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ആരംഭം എപ്പോഴാണ് ഞങ്ങൾക്കറിയോ? 1492 വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നത് കാപ്പാട്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചത് ഇവിടുത്തെ കുരുമുളകൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പ്രൊപ്പഗൻഡയുടെ ഭാഗം കൂടിയാണ്. ഇവിടെ ബാക്കി രാഷ്ട്രങ്ങളൊക്കെ കൊള്ളയടിക്കാം, ലൂട്ട് ചെയ്യാം, അവരുടെ ആശയങ്ങളെ ഇവിടെ വേരുറപ്പിക്കാം എന്നതൊക്കെയാണ് ഇതിന്റെ താല്പര്യം എന്ന് പറയുന്നത്. മതത്തെയും
സ്റ്റേറ്റിനെയും രാഷ്ട്രീയത്തെയും രണ്ടാക്കുക. മതം എന്ന് പറഞ്ഞാൽ എന്താ? മതം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി മാത്രമാണ്. ഇതാണ് അവരുടെ കൺസെപ്റ്റ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇസിക്കൽ ടു സ്പിരിച്വാലിറ്റി. അപ്പൊ ഇസ്ലാം വെറും മതമാണ്. അപ്പൊ ഇസ്ലാം ആത്മീയത മാത്രമാണ്. അങ്ങനെ ആത്മീയത എന്ന് പറയുന്ന ഒരു പെട്ടിയിൽ ഇസ്ലാമിനെ പീസാക്കി അതിൽ ഫിറ്റ് ചെയ്തു എന്നതാണ് യൂറോപ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് കേരളത്തിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുക. അവര് പുറത്തിറങ്ങൂലല്ലോ. അവർക്ക് മതം എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റുദുആകൾ മാത്രമാണ്. പള്ളിക്കകത്തെ റിച്വൽസ് മാത്രമാണ് ഇന്നും കേരളത്തിലെ പല ആളുകളുടെയും മതം എന്ന് പറഞ്ഞാൽ, റിലീജിയൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് യൂറോപ്പിന്റെ ഇൻഫ്ലുവൻസ് ആണ്. പാശ്ചാത്യ നാഗരികതയുടെ സ്വാധീനമാണോ നിങ്ങൾക്ക് ഈ കേരളക്കരയിലും കാണാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ കുറച്ചു മുമ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാഗസിന്റെ ഫ്രണ്ട് പേജിലുള്ള കവർ പോസ്റ്ററാണ്, നിങ്ങൾ കുടുംബമൊക്കെ ഉപേക്ഷിക്കൂ, കല്യാണം നിങ്ങൾ കഴിക്കരുത് എന്നാണ് അതിന്റെ ഒരു ഏകദേശം ടൈറ്റിൽ എന്ന് പറയുന്നത്. കുടുംബബന്ധമൊക്കെ ആപത്താണ് എന്നാണ്. അപ്പൊ ഇത് ഒരു മാഗസിന്റെ മുഖപത്രമായി ഫ്രണ്ട് പേജിൽ ഇത് അച്ചടിച്ചു വരാണ്. ഇവിടെ ഒരു കുലുക്കം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ അടുത്തൊരു നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ഇൻസ്റ്റഗ്രാമിൽ ക്രോം എന്ന ഡോക്ടർ ക്രോം എന്ന അദ്ദേഹത്തിന്റെ ID മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു പോളിംഗ് നടത്തി കുറച്ചു മുന്നേ, 1-2 മാസം മുന്നെയാണ്. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് അതിന്റെ ചോദ്യം. അപ്പൊ അതിൽ അവസാനം റിസൾട്ട് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് മൊത്തം യുവാക്കളാണ്, പുതിയ ജനറേഷനാണ്, യുവതികളാണ്. അപ്പൊ അധിക ആളുകൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ്. ഇത് ആധികാരികമായ കണക്ക് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ വോട്ടിംഗ് ആണ് നമുക്ക് ഇവിടെ റിസൾട്ട് ആയിട്ട് കാണാൻ പറ്റുക. അപ്പൊ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ലൈംഗികത വേണ്ട എന്നാണോ? അല്ല, അതിനൊക്കെ വേറെ വഴികളുണ്ട്. പക്ഷെ കല്യാണം, കുടുംബം, ഫാമിലി സ്ട്രക്ചർ, ഇതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോരെ. ഇതിനാ വെറുതെ ഒരു ദീർഘകാല കോൺട്രാക്ട് ഒക്കെ അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഐഡിയോളജി, ഇൻഡിവിജ്വലിസം എന്ന് പറയും, യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയും, വ്യക്തിവാദം, എന്റെ കാര്യം മാത്രം, ഇതൊക്കെ എവിടുത്തെ ആശയങ്ങളാണ്? ഇതൊക്കെയും യൂറോപ്പിന്റെ ആശയങ്ങളാണ്. ഏത് യൂറോപ്പിന്റെ? ഇന്ന് നമ്മൾ എപ്സ്റ്റീൻ ഫയലിലൂടെ മനസ്സിലാക്കിയ യൂറോപ്പിന്റെ സംസ്കാരത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിലും ഉള്ളത് എന്നാണ്. അത് ചില്ലറക്കാരിയല്ല. അതിന്റെ മറ്റൊരു സ്വാധീനമാണ്, ആളുകൾക്ക് ഞാൻ മുസ്ലിമാണോ എന്ന് പറയാൻ പോലും ധൈര്യമില്ല. ആളുകൾക്ക് ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് പൊതുമണ്ഡലത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നിങ്ങളുടെ വേറെ പുറത്ത് പബ്ലിക് സ്ഫിയറിൽ മുസ്ലിമാണോ എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. 9/11 അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2001 സെപ്റ്റംബർ 11 ട്വിൻ ടവർ, ഇരട്ട ഗോപുര അറ്റാക്ക് നടക്കാണ്. അപ്പൊ അത് അവസാനം മുസ്ലിങ്ങളുടെ പേരിക്കാണ് അതിട്ടത്, മുസ്ലിങ്ങളാണ് നടത്തിയത് എന്നാണ്. അതിനുശേഷം ലോകത്ത് ഒരു ആഖ്യാനം ഉണ്ടാവുകയാണ്, ഒരു നറേറ്റീവ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദിയല്ല, എന്നാൽ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. മുസ്ലിം ഈക്വൽ ടു ടെററിസ്റ്റ് എന്നൊരു നറേറ്റീവ് ഉണ്ട്. ഇതാരാ പറഞ്ഞതെന്നറിയോ? ഇത് അന്നത്തെ US പ്രസിഡന്റായ ജോർജ് W. ബുഷ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, അതിനുശേഷം മുസ്ലിങ്ങൾക്കൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവാണ്, ഒരു അപ്പോളജറ്റിക് മുസ്ലിം എന്ന് പറയും, മാപ്പ് സാക്ഷിത്വത്തിന്റെ വർത്തമാനം. അപ്പൊ ഒരാൾ മുസ്ലിം പേര് കണ്ടാൽ അവൻ തീവ്രവാദിയും ചാപ്പുകുത്തപ്പെടും.
അതുകൊണ്ടാണ് ഷാറൂഖ് ഖാൻ എന്ന് പറയേണ്ടി വന്നത്. ഞാൻ ഖാനാണ്, പക്ഷേ ഞാൻ തീവ്രവാദിയല്ല എന്ന് പബ്ലിക്കിൽ പറയേണ്ടി വന്നു. ഞാൻ മുസ്ലിമാണ്, പക്ഷെ ഞാൻ തീവ്രവാദിയല്ല എന്ന് പറയൽ, ഞാൻ തീവ്രവാദിയല്ല എന്ന് തെളിയിക്കൽ ദിനേന ഓരോ കാക്കമാരുടെയും ബാധ്യതയായി തീരാണ്, ഓരോ ചെറുപ്പക്കാരുടെയും. ഇത് നമുക്കൊരു ചിലപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ മനസ്സിലാവും അല്ലെ? താടി നീട്ടി വളർത്തിയിട്ട് വേറെ നാടുകളിൽ പോകുമ്പോൾ ഇത് മനസ്സിലാക്കുന്നില്ല ഗൗരവം. അപ്പൊ നമ്മൾ തീവ്രവാദികളല്ല എന്ന് നിരന്തരമായി പറയേണ്ട അവസ്ഥയിലേക്ക് ലോകത്തിന്റെ പൊതുബോധം മാറിയിരിക്കുകയാണ്. ഇതൊക്കെയും യൂറോപ്പിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെ, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ഹെയ്റ്റിന്റെ, മുസ്ലിം വിദ്വേഷത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്നാണ്. ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമുള്ള വിശ്വാസികൾ ആവുക എന്നതാണ്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണെന്നോ ഏത് സന്ദർഭത്തിലും പറയാൻ എനിക്കൊരു മടിയില്ല. അതിൽ എന്നെ ആളുകൾ തീവ്രവാദി എന്ന ചാപ്പ കുത്തിയാലും ആ ചാപ്പ എനിക്ക് അഭിമാനമാണ്. പിന്തിരിപ്പൽവാദി എന്ന ചാപ്പ കുത്തിയാലും ആ ചാപ്പ എനിക്ക് അഭിമാനമാണ്. ഞാൻ യഥാർത്ഥ മുസ്ലിമാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞ പോലെ ഇബ്രാഹിം നബിയും മൂസാ നബിയും മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ മുഖത്ത് നോക്കി അവരുടെ ഇസ്ലാമിക ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ച പോലെ നമുക്ക് നമ്മുടെ ഇസ്ലാമിക ഐഡന്റിറ്റി മുറുകെ പിടിക്കാൻ സാധിക്കണം. ഈ കേരളത്തിലെ ഈ ലിബറൽ വിശപ്പുക, അതിനെതിരെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി മുസ്ലിമാണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണമെന്നാണ് പ്രവാചകന്റെ അടുക്കലേക്ക്. പിന്നെ പ്രവാചകൻ അവസാന കാലത്ത് മുസ്ലിങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവസാനം വിശ്വാസികളിലേക്ക് ശത്രുക്കൾ ഇങ്ങനെ ആർത്തിരമ്പി വരും. ഒരു ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വലഞ്ഞവർ എപ്രകാരമാണോ ഓടി വരിക, അപ്രകാരം വിശ്വാസികൾ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും വരും. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, പ്രവാചകരെ, അപ്പോ മുസ്ലിങ്ങൾ കുറവായിരിക്കോ, എണ്ണത്തിൽ കുറവായിരിക്കോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല്ല, മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവൊന്നായിരിക്കും, ധാരാളം ഉണ്ടാവും. ഇവിടെ മലപ്പുറത്തെ മുസ്ലിം പോപ്പുലേഷൻ എത്രയാ? ലോകത്തെ മുസ്ലിം പോപ്പുലേഷൻ എത്രയാ? അതിൽ അധിക ആളുകളും കേവലം മുസ്ലിം നാമധാരികൾ മാത്രമാണ്. ഞാൻ മുസ്ലിമാണ് എന്നും പറയാൻ ധൈര്യമില്ലാത്ത, പ്രാക്ടീസിങ് അല്ലാത്ത ആളുകളാണ് കൂടുതലും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ധാരാളമായിട്ട് വരും. എന്നിട്ട് പ്രവാചകർ തിരുമേനി അവരുടെ പ്രശ്നം കൂടി പറയാൻ, അവർക്ക് വഹ്ന് ബാധിച്ചിട്ടുണ്ടാവുമെന്നാണ്. അതാണ് അവരുടെ പ്രശ്നം. വഹ്ന് എന്ന് പറഞ്ഞാൽ എന്താ? വഹ്ന് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത് എന്നാണ്. ദുനിയാവിനെ ഭയങ്കര ഇഷ്ടം. ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുന്ന പേടിയാണ്, മരിക്കാൻ പേടിയാണ്, മരണത്തെ കുറിച്ചുള്ള ടെൻഷനാണ്, ദുനിയാവ് കൈവിട്ടു പോകുന്നുള്ള ആദിയാണ്. ഈ വഹ്ന് ബാധിച്ചാൽ മുസ്ലിം സമുദായം ഒരിക്കലും ഇസ്സത്ത് പ്രാപിക്കയില്ല എന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തലേക്കെട്ട് കെട്ടിയ 2-3 ആളുകൾ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് പോയിട്ട് പൊന്നാട അണിയിക്കുന്ന ചിത്രം അല്ലേ? അതെന്തുകൊണ്ടാണ്? വംശീയത മാത്രം പറയുന്ന, വർഗീയത തങ്ങളുടെ ഐഡിയോളജിയായി എഴുതി വെച്ച ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ പോയി കണ്ട് അവർക്ക് പൊന്നാടണിയിക്കാൻ മാത്രം എപ്പോഴാണ് മുസ്ലിം സമുദായം ഗതികെട്ടു പോയത്? അതാരാ പോകുന്ന? സാധാരണ ആൾക്കാരാണോ? അല്ല, അത് തലേക്കെട്ടു കെട്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ മുസ്ലിങ്ങൾ ഇത്രത്തോളം ഭയവും പേടിയും ദുന്യാവിനോടുള്ള അതിയായ താല്പര്യവും ബാധിച്ചാൽ അവരെ പറ്റി പ്രവാചകൻ പറയുന്നു, അവർ ഒഴുകുന്ന നദിയിലെ ചപ്പു ചവറുകൾക്ക് സമാനമാണ് എന്നാണ്. ഒരു കാര്യമില്ല. ഇവിടെ പള്ളിയിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും, നിസ്കരിക്കാൻ വരും, മുസ്ലിം പേരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആത്മാഭിമാനമില്ലെങ്കിൽ, നിങ്ങൾക്ക് നിലപാട് പറയാനുള്ള തൻ്റെടല്ലെങ്കിൽ,
നിങ്ങൾക്ക് ശേഷിയില്ല എങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് ഭയപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും കംഫോർട്ട് ലൈഫ്, സുഖസുന്ദരമായ ജീവിതം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, വേദനയില്ലാത്ത, യാതനയില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, സങ്കീർണതകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ കൊണ്ട് ഈ ഉമ്മത്തിനൊരു ഉപകാരം ഉണ്ടാവില്ല കേട്ടോ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് ഉണ്ടാവും, പക്ഷെ നിങ്ങളെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒരു ഗുണവോ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒഴുകുന്ന നദിയിലെ നുരകൾക്ക് സമാനമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയാൻ. പുതിയ ലോക സാഹചര്യം നമുക്ക് കൂടുതൽ വ്യക്തമാവുമ്പോൾ ലോകത്തിന്റെ, യൂറോപ്പിന്റെ യൂറോ സെൻട്രിക്കായ അല്ലെ യൂറോ കേന്ദ്രീകൃതമായ ലോകഘടനയുടെ പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ അറിയാം. അത് തെളിവുകൾ സഹിതം വീണ്ടും അനാവരണം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് അത് ഒരുപാട് പാടുകൾ കേൾക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം വീണ്ടും ക്രമപ്പെടുത്താനും വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ള ദൗത്യം ചെറുതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈസി ലൈഫ് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം വലുതാണ്, അതിസങ്കീർണമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമല്ല, അതിനെതിരെ ശബ്ദിക്കാനുള്ള ആത്മീയമായ കരുത്തു നാം നേടിയെടുക്കണം, ധൈര്യം സമ്പാദിക്കണം. ബദർ നടന്നത് റമളാനിലാണ് അല്ലേ? വിശന്ന് വലഞ്ഞാണ് അവർ യുദ്ധം ചെയ്തത്. അത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അത് നിങ്ങളുടെ സ്പിരിച്വൽ പവറാണ്, ആത്മീയമായ കരുത്താണ്. ആരെന്തു പറഞ്ഞാലും അത് എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ പേടിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമാണ്. അഖില ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് മാത്രമാണ് എനിക്ക് ആശ്രയം. ആ റബ്ബിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. ആ റബ്ബിനോട് മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി, വേറൊരു ശക്തിയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന നിങ്ങളുടെ ആത്മീയമായ കരുത്തു നമുക്കത് ബൂസ്റ്റ് ചെയ്യാൻ, പരിവപ്പെടുത്താൻ റമളാനിലെ ദിനരാത്രങ്ങളെ നാം ഉപയോഗിക്കണം. അല്ലാഹു